ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കാണിക്കുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വെറൈറ്റി റൈസിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനാണ്. ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. ഇത് സോയാ ചങ്ക്സ് നല്ല ഹോട്ട് വാട്ടറിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യുക കേട്ടോ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതാ ചോപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അരയ്ക്കാനുള്ളത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയാണ്. അപ്പം ഇത് ചോപ്പ് ചെയ്ത് വെച്ചതിലേക്ക് ഇതിൻ്റെ കൂടെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഇതിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ്. നല്ല പെപ്പറും ചില്ലി പൗഡറും പിന്നെ കൊറിയാൻഡർ പൗഡറും ടർമറിക്, മഞ്ഞൾപ്പൊടി, എല്ലാവരും കൂടെ കാണുന്നുണ്ട് ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണത്. ഇത് സോയയിലേക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അതിലൊരു വേറൊരു ടേസ്റ്റാണ്. സോസ് ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിത് മിക്സ് ചെയ്ത് വെക്കാമേ. ഫ്രണ്ട്സ്, ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അധികം ഒന്നും ഒഴിക്കേണ്ട, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ നോൺ സ്റ്റിക്ക് തന്നെ ഇടുന്നത് കേട്ടോ. അധികം എണ്ണയില്ലാതെ എടുക്കാനാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇതിങ്ങനെ കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ ഇത് കുക്കായിക്കോളും കേട്ടോ. അധികം നമ്മൾ ഇതിനകത്ത് എണ്ണ കോരി ഒഴിച്ച് മൊരിച്ചെടുക്കണമെന്നില്ല. അതിന് ഫൈനൽ ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഒന്ന് കാണും. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. എന്നാലാണ് ഞാൻ ഇങ്ങനത്തെ ഈസി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ വെച്ച് കഴിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് കുക്കായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഓഫ് ചെയ്യാൻ മുമ്പായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടിങ് ഓയിൽ നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് അധികം എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് ഇത് ആ ഒരു അപ്പിയറൻസും ആ ഒരു ടേസ്റ്റിലും കൊണ്ടുവരാൻ പറ്റും. നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ ഇതിപ്പം. നമുക്കപ്പം കുറച്ച് എണ്ണയിൽ തന്നെ നല്ല നീറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിന് നോൺ സ്റ്റിക്ക് അഡ്വൈസബിളാണ് കേട്ടോ. ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. സോയാ ചങ്ക്സിൻ്റെ ഫൈനൽ കണ്ടോ ഫ്രണ്ട്സ്? നന്നായിട്ട് വന്നിട്ടില്ലേ? നല്ല അടിപൊളിയായിട്ടില്ലേ? ഒരു പ്രോൺ ഫ്രൈഡേയൊക്കെ ഒരു അപ്പിയറൻസ് കിട്ടിയിട്ടുണ്ടല്ലോ വെജ്ജിൽ തന്നെ. പിന്നെ അതിൽ കുറച്ച് ടൊമാറ്റോ റൈസും കുറച്ച് സാലഡ്, തൈര് ഒഴിച്ചിട്ട് ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഇങ്ങനെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് ഉള്ളൊരു മെനു റെസിപ്പിയാണ് കേട്ടോ ഇത്. സോയാ ചങ്ക്സിൻ്റെയും ആഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.